കഴിഞ്ഞ ഒരു വർഷമായിട്ട് ന്യൂസിലൻഡിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംരംഭമാണ് എഡ്യൂസ്ഫിയർ ന്യൂസിലൻഡ്. ഡയറക്ടേഴ്സ് ആയിട്ടുള്ള വിജയും അതേപോലെ ഡോക്ടർ ദിവ്യയും നമ്മുടെ കൂടെ ഉണ്ട്. എന്താണ് എഡ്യൂസ്ഫിയർ? കുട്ടികളുടെ ഒരു ഓവറോൾ ഡെവലപ്മെന്റ് ഫോക്കസ് ചെയ്യുക എന്നാണ് നമ്മുടെ ഒരു ഉദ്ദേശം. ലാസ്റ്റ് 1 year ആയിട്ട് ന്യൂസിലൻഡിൽ നമ്മൾ ഓഫ്ലൈൻ ആയിട്ടാണ് ട്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഹെൻഡർസൺ ബേസ് ചെയ്തിട്ടാണ് ട്യൂഷൻസ് പ്രൊവൈഡ് ചെയ്ത് തുടങ്ങുന്നത്. മാത്സ്, സയൻസ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. ഓഫ്ലൈൻ മോഡിലായിരുന്നു ഇത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന്റെ ഒരു ഓൺലൈൻ ലോഞ്ചിന്റെ പാർട്ടായിട്ട് ആണ് നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കാനായിട്ട് എത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ ഓൺലൈൻ ട്രെയിനിങ് സെഷനിലേക്കും കൂടെ കിടക്കുവാണ്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഭാഗമായിട്ട് ജെനെക്സ്മി എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് ടൈപ്പ് ആയി. അവർ നമുക്ക് അഡീഷണൽ സ്കിൽസ് പ്രൊവൈഡ് ചെയ്യും. നമ്മുടെ അടുത്ത് ഒരു കുട്ടി വരുമ്പോൾ നമ്മൾ നോട്ട് ഓൺലി അക്കാഡമിക്സ്, വി ഓൾസോ ഇന്റന്റ് ടു ഡെവലപ്പ് additional skills, so relating to AI. ഇപ്പോഴത്തെ ഒരു എല്ലാവർക്കും ഈവൻ പാരന്റ്സ് പോലും അറിയാൻ ആഗ്രഹിക്കുന്ന സ്കിൽസ് ആണ് എയും റോബോട്ടിക്സും കോഡിങ്ങും എല്ലാം. അപ്പൊ അത് നമ്മൾ അഫോർഡബിൾ റേറ്റ്സിൽ നമ്മൾ എല്ലാവരിലും എത്തിക്കാനാണ് നമ്മൾ നോക്കുന്നത്. എസ്പെഷ്യലി നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ കിഡ്സിന് വേണ്ടിയിട്ട് തന്നെ. ഇപ്പൊ തന്നെ പറഞ്ഞല്ലോ, ക്രിസ്റ്റഫർ ലെക്സൺ തന്നെ പറഞ്ഞു, നമ്മുടെ പിള്ളേർ ഒത്തിരി ബാക്കിലാണ്. അപ്പൊ അത് നമ്മൾ ബാക്കിയുള്ള ഗ്ലോബലി കോമ്പറ്റീറ്റന്റ് ആവാൻ വേണ്ടി ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഹൈബ്രിഡ് മോഡിലോട്ട് എത്തിക്കഴിഞ്ഞു. നേരത്തെ ഓഫ്ലൈൻ മാത്രമായിരുന്നു, അപ്പൊ നമ്മളിപ്പോ ഓൺലൈനും കൂടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ ചോദിക്കാം. ഡോക്ടർ ദിവ്യയാണ്. അപ്പൊ നമ്മുടെ ഓക്ലൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് റിന്യൂവബിൾ എനർജിയിൽ PhD ചെയ്തിട്ടുള്ള ആളാണ്. അതോടൊപ്പം തന്നെ വിജയനെ കുറിച്ച് പറയുകയാണെങ്കിൽ 3 മാസ്റ്റർ ഡിഗ്രിയുള്ള MPhil ഉള്ള ഒരാളാണ് വിജയ്. അവര് പ്രൊവൈഡ് ചെയ്യുന്ന സംരംഭം എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യാൻ ഇവർക്ക് സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അവരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്ത് തന്നെ മനസ്സിലാവും. ഇതിലേക്ക് എത്തുന്നത് കേരളത്തിലെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നവരാണ്. നിങ്ങൾ ഒരു കോളേജിൽ പഠിച്ചവരാണ്. നിങ്ങൾ ഒരുമിച്ച് കാര്യങ്ങൾ സംരംഭങ്ങൾ ചെയ്യുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ? കല്യാണം അല്ലാണ്ട് ഒരുമിച്ച് തുടങ്ങിയ സംരംഭമാണ് കല്യാണം. രണ്ടുപേരും എഞ്ചിനീയറിംഗ് ആയിരുന്നു. ഒരു ക്ലാസ്സിലാണ് പഠിച്ചത്. ഞങ്ങൾ MA കോളേജിലായിരുന്നു. എനിക്ക് എഞ്ചിനീയറിംഗ് സൈഡിനോട് വലിയ താല്പര്യമില്ലാത്ത MBA പഠിച്ചു. എനിക്ക് എഞ്ചിനീയറിംഗ് തന്നെയായിരുന്നു താല്പര്യം. MTech അത് കഴിഞ്ഞ PhD ആണ്. ഞാൻ അത് കഴിഞ്ഞിട്ട് കോളേജിൽ പഠിപ്പിക്കാൻ കയറി. ആക്ച്വലി ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിപ്പിക്കുന്നത്, പക്ഷേ മാനേജ്മെന്റ് സ്റ്റുഡൻസിനെ പഠിപ്പിച്ചത്. 4 കൊല്ലത്തോളം അവിടെ ടീച്ചിങ് ആയിരുന്നു. അപ്പൊ അതിനിടയ്ക്ക് MPhil എടുത്തു. അപ്ലൈഡ് മാനേജ്മെന്റിൽ മാസ്റ്റർ ഡിഗ്രി എടുക്കാനായിട്ടാണ് ന്യൂസിലൻഡിലേക്ക് വന്നത്. ഒരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ആണ് നമുക്ക് മൊത്തത്തിലേ ഉള്ളത്. MA കോളേജിൽ തന്നെ ഞാനും അവിടെ ലെക്ചറായിട്ട് വർക്ക് ചെയ്തു. ഡിപെൻഡന്റ് വിസയിലാണ് ന്യൂസിലാൻഡിലേക്ക് വന്നത്. UTയിൽ അപ്ലൈ ചെയ്തു, കിട്ടി. അപ്പൊ നമ്മുടെ ഇതിന്റെ സിലബസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏത് സിലബസ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്? മെയിൻലി NCAയും കേംബ്രിഡ്ജ് സിലബസ്, ബോത്ത് സിലബസ് ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മുടെ സിലബസ് അത്രയും നല്ല ഒരു അപ് ടു ഡേറ്റ് അല്ല, അല്ലെങ്കിൽ ഒരു ഗ്ലോബലി കോമ്പറ്റീറ്റന്റ് ആക്കാൻ പറ്റുന്നില്ല. ഇന്ത്യൻ സിലബസ്, സ്പെസിഫിക്കലി NCERT, നമ്മുടെ നാട്ടിലെ CBSE സ്കൂളിലെ സിലബസ് ആണ്. സിലബസ് ഇന്ത്യൻ സിലബസും കൂടെ കൊളാബറേറ്റ് ചെയ്തിട്ട് ഓരോ കുട്ടിക്കും നമ്മൾ ഫസ്റ്റ് വരുമ്പോൾ ഒരു ഫ്രീ അസസ്മെന്റ് നടത്തും. അതനുസരിച്ചിട്ട് ഞങ്ങൾ ആ കുട്ടിക്ക് ഞങ്ങൾ തന്നെ സിലബസ് ഞങ്ങൾ തന്നെ ടൈലർ ചെയ്യും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഓരോ കുട്ടിക്കും ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ഓരോ കുട്ടിക്കും ഡിഫറെന്റ് ആയിരിക്കും. സെയിം ഇയർ ആണെങ്കിൽ പോലും ആ കുട്ടിയുടെ സിലബസ് ഡിഫറെന്റ് ആയിരിക്കും. നമ്മുടെ ഇവിടുത്തെ പേരൻസ് ശരിക്കും അവെയർ അല്ല. കുട്ടികൾ എന്താണ് പഠിപ്പിക്കുന്നത് അറിയില്ല. ഈവൻ കുട്ടികൾ ഏത് ലെവലിൽ നിൽക്കുന്നു അറിയത്തില്ല. പലരും തന്നെ അതിനെക്കുറിച്ച് ബോധമല്ല. പല തിരക്കിനകത്ത് പോകുമ്പോൾ ഒരു 8ാം ക്ലാസ് ഒക്കെ ആയി കഴിയുമ്പോൾ പിന്നീട് കുട്ടികൾക്ക് ആ പഠിക്കാനുള്ള ഒരു പാഷൻ നഷ്ടപ്പെടുകയും ചിലർ ഡ്രോപ്പ് ചെയ്ത് പോകുന്നു. ചിലർ നിസ്സാരമായിട്ടുള്ള എന്തെങ്കിലും ചെറിയ കോഴ്സസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നിൽക്കാൻ ശ്രമിക്കുന്നു. അതാണ് ശരിക്കും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്പെസിഫിക്കലി 8th സ്റ്റാൻഡേർഡിൽ വരുന്ന കുട്ടികൾക്ക് ഒരു എക്സാം പേപ്പർ കൊടുക്കുമ്പോൾ ഈവൻ ടൈം മാനേജ് ചെയ്യാൻ പോലും അറിയില്ല. നമ്മളൊക്കെ ഒരു LKG തൊട്ട് നമ്മൾ എക്സാം എഴുതി ഇന്ന ക്വസ്റ്റ്യൻ ഇത്ര ടൈം നമ്മുടെ ഉള്ളിൽ നമ്മൾ ഓൾറെഡി ഡെവലപ്പ് ആയി വച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഒരു കുട്ടിക്ക് 8th സ്റ്റാൻഡേർഡിലേക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ ചിലപ്പോൾ 1-2 ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാൻ അത്രേ പറ്റുന്നുള്ളൂ. അപ്പൊ ആ ടൈം മാനേജ്മെന്റ് പോലും അതിൽ ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. നമ്മൾ എല്ലാ മന്ത്ലിയും ടെസ്റ്റ് നടത്തുന്നുണ്ട്. ഫസ്റ്റ് ഒരു ഫ്രീ അസസ്മെന്റ് ഉണ്ടാവും. അത് നമുക്കപ്പോൾ അറിയാൻ നമുക്ക് ആ കുട്ടി ഏത് ലെവലിലാണ് നിൽക്കുന്നത്, അതനുസരിച്ച് ഞങ്ങൾ ടൈലർ ചെയ്യും സിലബസ്. എല്ലാ മന്തിലും ഞങ്ങൾ എക്സാം നടത്തും. അപ്പം ഫസ്റ്റ് മന്തിലെ പോലെ ആയിരിക്കില്ല ഒരു 3rd മന്തിൽ ആ കുട്ടി എക്സാം എഴുതുമ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം അത് ആദ്യത്തെ എക്സാമിൽ 1 or 2 അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. 1 hourനുള്ളിൽ തീർക്കണം എന്നുള്ളത്. 4 ടെസ്റ്റ് ആകുമ്പോഴത്തേക്കും അത് ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ആ ടൈം മാനേജ്മെന്റ് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് എക്സാമിന്. കുട്ടികളുടെ സ്കിൽസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അക്കാഡമിക് ആയിക്കോട്ടെ, കാരണം ഇയർ 8ൽ വന്നിട്ട് അവർ ബുദ്ധിമുട്ടുന്നതിനൊക്കെ നല്ലത് നമ്മൾ ആദ്യമേ കുറച്ചൊന്ന് പുഷ് ചെയ്ത് കൊടുക്കുന്നത് തന്നെയായിരിക്കും. സോ ആ രീതിയിൽ വെൽ പ്ലാൻഡ് ആയിട്ട് വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു കരിക്കുലം നമ്മൾ ടൈലർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദാറ്റ് ഇസ് ഭയങ്കര നല്ലൊരു കാര്യമാണ്. ജെനെക്സ്മി ആയിട്ടുള്ള ഒരു അസോസിയേഷൻ കാര്യം പറഞ്ഞില്ലേ, അതിന്റെ ഒരു ലോഞ്ച് എന്നൊരു നിലയിൽ നെക്സ്റ്റ് വീക്ക് നമ്മളൊരു September 4
നമ്മളൊരു ഫ്രീ വെബിനാർ, അത് പേരൻസിനും കുട്ടികൾക്കും ഇത് ചെയ്യാം, AI-ലും റോബോട്ടിക്സിലും. ഇത് സ്റ്റാർട്ടിങ് മാത്രമാണ്. നമുക്ക് ഇത് ഇനി സീരീസ് ഓഫ് വെബിനാർസും ഒക്കെ നമുക്ക് വരുന്നുണ്ട്. മെയിനായിട്ട് നമ്മൾ ഈ അഡീഷണൽ സ്കിൽസും കൂടെ നമ്മൾ അക്കാഡമിക്സിലേക്ക് ശരിക്കും ഫോക്കസ് ചെയ്യാനുള്ള ഉദ്ദേശം കൊണ്ട് തന്നെയാണ്. കാരണം അക്കാഡമിക്സ് മാത്രം പോരാ കുട്ടികൾക്ക്. ഇനിയുള്ള കാലത്ത് AI-യും റോബോട്ടിക്സും സ്പേസും അതേപോലെ തന്നെ കമ്പ്യൂട്ടർ കോഡിംഗ് ഇതെല്ലാം കുട്ടികൾക്ക് തന്നെ അറിഞ്ഞിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മുടെ നാട്ടിലൊക്കെ കേരളത്തിലൊക്കെ പല സ്കൂളുകളിലും അതൊക്കെ അഡീഷണൽ ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ എല്ലാവരും നമ്മുടെ കുട്ടികൾക്ക് മിസ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അത് ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളൊരു ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ശരിക്കും. ആക്ച്വലി പിന്നെ ഇനി ഫ്യൂച്ചർ ആയിട്ട് ക്ലാഷ് കോഴ്സും കാര്യങ്ങളും ഒക്കെ ഹൈബ്രിഡ് ആയിട്ടോ, ഓഫ്ലൈനും ഓൺലൈനും. അപ്പൊ അത് നമ്മളിപ്പോ നമ്മുടെ സ്കൂൾ വെക്കേഷൻ വരെയാണല്ലോ, ഒക്ടോബർ ഫസ്റ്റ് വീക്കിലുണ്ടാവും. ചൂസ് ചെയ്യും, ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഇപ്പൊ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഫസ്റ്റ് വീക്ക് ഓഫ് വെക്കേഷനിൽ അക്കാഡമിക്സ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പൊ അത് ഇറ്റ് ഇൻക്ലൂഡ്സ് മാത്സ്, സയൻസ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. അത് ഒരു 5 ഡേയ്സിൽ മൺഡേ ടു ഫ്രൈഡേ ഒരു 2 hours സെഷൻ ഉണ്ടാവും. ബേസിക് ആയിട്ടുള്ള ബേസിക് ക്രാഷ് കോഴ്സ്. അത് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് വീക്കിൽ നമ്മൾ അഡീഷണൽ സ്കിൽസ് ആയിരിക്കും. അതിൽ 5 ഡേയ്സിൽ 5 പ്രോഗ്രാംസ് ഉണ്ടാവും. അപ്പോൾ AI, റോബോട്ടിക്സ്, പബ്ലിക് സ്പീക്കിംഗ്, പിന്നെ മെമ്മറി ഡെവലപ്മെന്റ് സ്കില്ല്, പിന്നെ സ്ക്രാച്ച് കമ്പ്യൂട്ടർ കോഡിംഗ്. അങ്ങനെ 5 ദിവസവും 5 ഡേയ്സിലും 5 ഡിഫറെന്റ് പ്രോഗ്രാംസും ഉണ്ടാവും. അതും 1 hour സെഷൻ ആയിരിക്കും. അപ്പൊ അതിലും രജിസ്റ്റർ ചെയ്യുക. അങ്ങനെ ഇതിൽ രണ്ടും കൂടെ നമുക്ക് കൊടുക്കാം. ഓഫ്ലൈൻ ചെയ്യാം. ഓഫ്ലൈൻ 152 സ്റ്റേജസ് റോഡിലായിരിക്കും, ഹെൻഡർസണിൽ. വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള സ്റ്റാഫ് നമുക്കിപ്പോ ഉണ്ട്. ബാക്കപ്പ് ഉണ്ട്. ഓഫ്ലൈനിൽ നമുക്ക് ഇത് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പൊ നമുക്കുണ്ട്. മികച്ച രീതിയിൽ കുട്ടികളെ വാർത്തെടുക്കാൻ ആഗ്രഹമുള്ളവരെല്ലാം തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷനാണിത്. അപ്പോൾ തീർച്ചയായിട്ടും അത് യൂട്ടിലൈസ് ചെയ്യുക. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. സോ ദേ ആർ വർക്കിംഗ് അറ്റ് 152 സ്റ്റേജസ് റോഡ്, ഹെൻഡേഴ്സൺ. അപ്പോൾ തീർച്ചയായിട്ടും ഇവരെ കോൺടാക്ട് ചെയ്യുക. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും ബാക്കി ഫർദർ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ആയിട്ടും ഡിസ്ക്രിപ്ഷൻ ആയിട്ടൊക്കെ ഇടുന്നുണ്ടായിരിക്കും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.